ഹലോ! എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെല്ലാവരും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയ കാരണം നല്ല അടിച്ച് പൊളിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ദേ വെക്കേഷൻ തുടങ്ങാറായി. നമുക്ക് മുംബൈയിൽ മെയ് 1-ാം തീയതിയാണ്. ഏപ്രിൽ 30-ാം തീയതി വരെ മിത്തുക്കുട്ടിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ 1 മന്ത് വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും അതൊക്കെയാണ്. അത് മാത്രമല്ല ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഇപ്രാവശ്യം നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ശബരിമല പോകണം എന്നും കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്രതവും കാര്യങ്ങളൊക്കെ തുടങ്ങണമല്ലോ. സോ നമ്മൾ ഏപ്രിൽ 14 വിഷുവിൻ്റെ സമയം മുതൽ ഒരു മാസം മുന്നേ വ്രതം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അന്ന് മുതലേ നമ്മൾ വ്രതവും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക കുളിച്ച് കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വിളക്ക് കൊളുത്തി അടുക്കളയിൽ കയറുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. പിന്നെ ദേ നമ്മുടെ ഷോപ്പ് വിത്ത് സ്വപ്നി അതുപോലെ തന്നെ സ്വപ്ന രമേഷ് ഇൻസ്റ്റാ പേജിൻ്റെയും ഉള്ള കുറേ പ്രോഡക്റ്റുകൾ വ്യൂ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് അധികം ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഒരു മേലിരിക്കുന്ന കൗണ്ടർ ടോപ്പിൻ്റെ മേലിരിക്കുന്ന ആ ഡ്രെയിനർ ഉണ്ടല്ലോ അത് കണ്ടിട്ട് ചോദിച്ചു ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ബേസിൻ എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഡിഷ് വാഷർ ഉണ്ടായിട്ടും അത്രയ്ക്ക് പാത്രങ്ങൾ കഴുകാനുണ്ട്. അത് മാത്രമല്ല കേട്ടോ, എൻ്റെ ഡിഷ് വാഷർ കുറച്ച് ചെറുതാണ്. നമ്മൾ 3 പേർക്കൊക്കെ ആണെങ്കിൽ അത് 2 നേരം യൂസ് ചെയ്യണം. ഞാൻ ഒരു നേരം യൂസ് ചെയ്യാറുള്ളൂ. രാത്രിത്തെ ഞാൻ കഴുകി വെക്കുക ചെയ്യുക. കാരണം അത് ഡിഷ് വാഷറിൽ ഇടാൻ മാത്രം ഉണ്ടാവില്ല, എന്നാൽ കഴുകാൻ അത്യാവശ്യം ഉണ്ടാവും താനും. അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആദ്യമൊക്കെ ഞാൻ വെച്ചിരുന്ന മേലെ ഇങ്ങനെ പരത്തി വെക്കായിരുന്നു കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളമായിട്ടും ഒക്കെ തോന്നും. അപ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട, ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ ഒരു ഇതിലേക്കുള്ള പാത്രങ്ങൾ രാത്രിത്തെ ഒരു നേരത്തെ പാത്രം കഴുകാൻ വേണ്ടി മാത്രം ഞാൻ എന്തായാലും കറണ്ട് ബില്ല് കുറേ ആവുമല്ലോ. അപ്പോൾ 2 നേരമൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നേരം ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ട് രാത്രിത്തെ മാത്രം ചെയ്യാം. അങ്ങനെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ആ ബേസിൻ ഞാൻ വാങ്ങിയത്, ഡ്രെയിനർ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആൻഡ് സാമ്പാർ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ഞങ്ങൾക്ക് 3 പേർക്കും ഇഡ്ഡലിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്നും നമ്മൾ സ്കൂളും കോളേജൊക്കെ ആ ഒരു സമയത്തൊന്നും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് വിചാരിച്ചു ഒന്ന് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുമ്പോഴും അധികം നല്ല മിക്കവാറും വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുക. പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് അതും മുരിങ്ങക്കായുടെ സാമ്പാറാട്ടോ. ഈ മുരിങ്ങക്കായുടെ സാമ്പാർ ഇഷ്ടമുള്ളവരൊന്ന് പറയണേ. എനിക്ക് ബാക്കി ഇങ്ങനെ ഒരുപാട് കഷ്ണങ്ങളാണ് നമ്മൾ സാധാരണ ഇടുക. പക്ഷേ ഈ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒറ്റ കഷ്ണം ഇടാൻ പാടുള്ളൂ. അത് മുരിങ്ങക്കായ അല്ലെങ്കിൽ വെണ്ടയ്ക്ക. പക്ഷേ മുരിങ്ങക്കായൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ രമേശേട്ടൻ ഇതേ എന്നെ സഹായിക്കുകയാണ്. ഇപ്പം എന്താ വെച്ചാൽ ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സഹായിക്കാൻ വരുന്ന ചേച്ചി, അതായത് അടിച്ചു വാരി തുടയ്ക്കാൻ അതിനൊക്കെ വരുന്ന ചേച്ചി ഇപ്പോൾ ഒരു മാസമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ ഒരു ജോലിയും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ രമേശേട്ടൻ്റെ ഡ്യൂട്ടിയാണ് ഈ തോരിയിടുക അതുപോലെ മടക്കി വെക്കുക ഈ വക പരിപാടികളൊക്കെ. കാരണം എനിക്ക് സമയം കിട്ടാറില്ല. വീക്കെൻഡ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഭയങ്കര ബിസി ആയിരിക്കും. കൂടുതൽ പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള ദിവസമായിരിക്കും വീക്കെൻഡ് കേട്ടോ. അപ്പോൾ ഇതാണ്, വേറെ ഓപ്ഷൻ ഇല്ല. മറ്റേ നമുക്ക് സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കുറേ പണികളൊക്കെ നമുക്ക് അല്ലേ അങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. എനിക്കാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് അധികം നേരം വേണം കേട്ടോ. ഞാനിങ്ങനെ ഓരോ സ്ഥലം മുക്കും മൂലയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതെനിക്കൊരു വലിയ പണിയാണ് സത്യം പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഈ കാസറോൾ ഞാൻ പുതിയത് വാങ്ങിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ കയ്യിലുള്ളത് കുറേ കാലമായില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇഡ്ഡലിയൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അധികം വിലയൊന്നുമില്ല. അപ്പം ഞാൻ അടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഞാനുള്ളതൊക്കെ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം. ഈ ടാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ വീഡിയോൻ്റെ സൈഡിൽ വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വന്ന് നിൽക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ വീക്കെൻഡിൽ മാത്രം കേട്ടോ ഇതുപോലെ 3 പേരും കൂടി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ ഓരോരുത്തരും ഓരോ നേരത്തായിരിക്കും കഴിയുക. അത് തന്നെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ചിലപ്പം മിഥുന് രാവിലെയൊക്കെ ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ അതും നടക്കാറില്ല. സോ പറ്റുന്ന പോലെ നമ്മൾ ഡിന്നർ അല്ലെങ്കിൽ വീക്കെൻഡ് ഏതെങ്കിലും ഒരു നേരം ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കും കേട്ടോ. 2 പേർക്കുള്ള സാധനങ്ങൾ വന്നത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. 2 ക്രേസി പീപ്പിൾ. എന്താണ് വന്നത്? മിത്തുക്കുട്ടിക്ക് എന്താ വന്നത്? അത് വരലും ഇടലും കഴിഞ്ഞു. ടാബിന്റെ കവറ് കുറെ ദിവസമായി പറയണോ അല്ലേ? വാങ്ങുമ്പോ നമുക്കത് കിട്ടുമ്പോൾ ഒരു അൺബോക്സിങ്ങിന്റെ രസം ഉണ്ടല്ലോ, ഭയങ്കര ഒരു രസമാണ്. എന്താണ് എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരൊറ്റ സംഭവമേ, ലെൻസ്. പുതിയ ലെൻസ് വെച്ച് ഇതിങ്ങനെ ഓരോ ലെൻസുകൾ കളക്ഷൻ ഉണ്ടാക്കുക, എന്തൊരു രസമാണ്. സാധാരണ നമ്മൾ ട്രാവലിംഗ് ഒക്കെ പോകാൻ പഴയ കൺസെപ്റ്റ് മാറി. അതായത് ഇതിൻ്റെ അടുത്തുള്ള വലിയ ലെൻസുകൾ ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ ലെൻസുകളൊക്കെ ഇട്ട് ഇപ്പോൾ ആരും ഇപ്പോൾ ഒക്കെ മിറർലെസ് ക്യാമറയിൽ ചെറിയ ലെൻസുകളിൽ ഭയങ്കര കോമ്പാക്ട് ലെൻസുകളായി മാറി തുടങ്ങി ലോകം. ഈ
പ്രൊഫഷണൽസ് എന്നുള്ള അവർ മാത്രമേ ഇപ്പം അത്ര ഒരു വലിയ ലെൻസുകളൊക്കെ ഇട്ട് കനായിട്ട് ബാഗായിട്ട് നടക്കുള്ളൂ. മറ്റൊക്കെ എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ട് കൈ പിടിച്ച് നടക്കണം ട്രാവലിംഗ് ചെയ്യുമ്പോൾ. അതിന് ഉള്ള ഈ സിഗ്മയുടെ ഈ ലെൻസിക്ക് ഭയങ്കര നല്ല ഇതുള്ള ഒരു റിവ്യൂ ഉള്ള ലെൻസാണ്. ഇതെന്താ കോഴിമുട്ട പോലെ സാധനം? കോഴിമുട്ട വെച്ച പോലെ ശരിയാ, കോഴിമുട്ടയാണോ അതില്? അല്ല ഇപ്പൊ അങ്ങനെയും വരുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ അത് കാണട്ടെ. എന്താ ഒരു സന്തോഷം. ഇന്ന് രാവിലെ ഇവിടെ ഫ്ലിപ്കാർട്ടിന്റെ ആള് താഴെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഗേറ്റ് ഡോറ് തുറന്നിരിക്കുക. ഞങ്ങൾ അതിന് പറഞ്ഞ് ചിരിക്കായിരുന്നു. ഡോറ് തുറന്നിരിക്കുക, അയാൾ ഇങ്ങോട്ട് തന്നെ വരാം. അപ്പൊ ഞാൻ ഷെഡിനിടണേ പേടിക്കണ്ട, ഞങ്ങൾ ആരും ഇതെടുത്ത് കഴിക്കാറൊന്നും പോണില്ല. അവിടെ ഇങ്ങനെ കാവല് നിൽക്കുക കുഞ്ഞു കുട്ടികളുടെ പോലെ, വേറെ ആരും കയ്യിൽ തൊടാതിരിക്കുക. ഇഷ്ടമുള്ള സംഭവങ്ങൾ വരുമ്പല്ലേ ഞാൻ പറയും ഞങ്ങൾക്ക് ആർക്കും ഇത് വേണ്ട, സ്വന്തം എടുത്തോളൂ. കോമ്പാക്ട് ലെൻസ് മനസ്സിലായില്ലേ? സോ പുറത്ത് ഉപയോഗിക്കാം വീഡിയോ ഷൂട്ടിങ്. ഞാൻ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ 50 വരെ മറ്റേ സൂം ചെയ്യാം. ഫുൾ ഫ്രെയിമില് 50 കിട്ടും. ക്രോപ്പ് സെൻസർ ആവുമ്പോൾ അത് 75 പോകും. എന്തൊക്കെ എന്തെങ്കിലും ആവട്ടെ. എനിക്ക് എന്താ വെച്ചാൽ അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ അധികം ചോദിച്ചു പൊതുവെ വേഗം ഓക്കെ പറയാം. കാരണം പിന്നെ ആരും ഒന്നും പറയൂല, ഒന്നും ചോദിക്കും വേണ്ടല്ലോ. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറ്. പുതിയ ലെൻസിൽ സ്വപ്നയുടെ മുഖം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് പകർത്താന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം നമ്മളിപ്പോ പയറുപ്പേരി ഉണ്ടാക്കണതാണ്. മുഖത്തിന് വ്യത്യാസമൊന്നുമില്ല, അത് മുഖമൊക്കെ തന്നെ തന്നെയാണ്. ലൈറ്റ് ഒക്കെ ഉണ്ടോ? ആ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് പയറുപ്പേരി. ഈ ഇങ്ങനത്തെ ക്യാമറയ്ക്കൊക്കെ എന്താ പ്രശ്നം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്താ പറയാ, നമ്മുടെ ശരിക്കുള്ള മുഖം കാണിക്കുന്നുള്ളത്. അതായത് ഇങ്ങനത്തെ ക്യാമറ എപ്പോഴും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഈ DSLR കംപ്ലീറ്റ് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോ നല്ല ഭംഗി, അത് ഫീച്ചേഴ്സ് ഒക്കെ നല്ല ഭംഗിയിൽ എടുത്തറിയും. അതേപോലെ തന്നെയാണ് വൃത്തികേട്. അതേപോലെ വൃത്തികേട്. അതുകൊണ്ട് എപ്പോഴും ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനും മേക്കപ്പ് ഒക്കെ ഇരുന്ന ഒരു സ്റ്റുഡിയോ റൂമിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇങ്ങനത്തെ ക്യാമറ അടിപൊളി. കാരണം ഫുൾ ടൈം മേക്കപ്പ് ചെയ്ത് നമ്മുടെ മുഖം നല്ല ഭംഗിയിലെടുക്കും. അതല്ല എങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ മുഖം എന്നുണ്ടെങ്കിൽ അത് അതുപോലെ ക്യാപ്ചർ ചെയ്യും. പക്ഷെ ഐഫോൺ ഒന്നും അങ്ങനെയല്ല. ഐഫോണൊക്കെ എന്താ വെച്ചാൽ നമ്മൾ എത്ര കൂതറ ലുക്കിൽ നടക്കുകയാണെങ്കിലും ഐഫോണിന് ആ ഒരു ഫിൽറ്ററും കൂടെ ഇട്ട് വരുമ്പോ ഞാൻ നിറമല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിൽ ഒരു ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും. അതൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇങ്ങനത്തെ ക്യാമറയിൽ ഞാൻ രംഷേട്ടനോട് അത് എപ്പോഴും പറയണത്. അതായത് ഞാനൊരു കൂറ ലുക്കിൽ, ഞാനാണെങ്കിൽ മിക്കവാറും കൂറ ഇതാണ് ഇപ്പൊ നിൽക്കണ പോലെ ആയിരിക്കും. അതായത് മേക്കപ്പ് നമ്മൾ വീട്ടിലിടില്ല. കാരണം ലൈഫ് സ്റ്റൈൽ വ്ളോഗർക്ക് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു ലിപ്സ്റ്റിക് ഇടും, അത് ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അത് പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു ഫീൽ. ചിലപ്പോ നമുക്ക് പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും അല്ലേ? അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ DSLR അങ്ങനെയാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ്. പക്ഷെ എന്താ വെച്ചാൽ നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ റെഡി ആയി സുന്ദരികളായി വരികയാണെങ്കിൽ നല്ല സൂപ്പറാണ്. പിന്നെ ഒരുപാട് എഡിറ്റിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ റെഡിയാക്കാം. അതിനൊന്നും പിന്നെ സമയമില്ലല്ലോ. അല്ല പിന്നെ പൊതുവെ ഞാൻ വിചാരിക്കും ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മളൊരു വീട്ടിൽ, അതും ഞാൻ വിചാരിക്കും ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയല്ലേ ഡ്രസ് ചെയ്യുക. അതേപോലെ രാവിലത്തെ സെഷനൊക്കെ ഞാൻ അധികം ചില ദിവസം സ്കിപ്പ് ചെയ്യാണ് ചെയ്യാറ്. കാരണം എനിക്ക് തോന്നുന്നില്ല രാവിലെയൊക്കെ എല്ലാവരും നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും എണീക്കുക. ഇന്നല്ല ഏപ്രിൽ 14 മുതൽ ഇതൊക്കെ തന്നെയാണ് ഫുഡ്. പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ല. ഞാൻ പറഞ്ഞ പോലെ രംഷേട്ടൻ ശബരിമലയ്ക്ക് പോവാനുള്ള വ്രതത്തിലാണ്, പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മൾ വിഷുവിന്റെ അന്ന് തുടങ്ങിയതാണ് ഈ വ്രതം കേട്ടോ. അപ്പൊ അന്ന് മുതൽ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. പിന്നെ കുളിച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നാട്ടിൽ പോയാലും ഇപ്പൊ ആ ചിട്ടയോട് കൂടി ഒക്കെ അങ്ങോട്ടും പോകുമ്പോഴും വീടുകളിൽ താമസിക്കുമ്പോഴൊക്കെ വേണം. പോയി വരുന്നവരെ നമ്മൾ കുറച്ച് ചിട്ടയും കാര്യങ്ങളും ഒക്കെ എടുക്കണം എന്നല്ലേ വിചാരിക്കുക. അപ്പം അതുകൊണ്ട് മിക്കവാറും പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലും ഇല്ല. ഇന്നത്തെ ചോറും കുറച്ച് സാമ്പാർ ഇരിക്കേണ്ട, മുളകൂശയോ പയറുപ്പേരി ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് സ്പെഷ്യൽ കുക്കിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാനൊന്നുമില്ല. അതാണെങ്കിൽ വ്ളോഗുകൾ തന്നെ വളരെ കുറവാണ് ആക്ച്വലി. അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം, അതേ ചപ്പാത്തി തന്നെ ഉച്ചയ്ക്കും പരിപാടി കഴിഞ്ഞു. രാത്രി എന്തെങ്കിലും ഓട്സോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വെജിൽ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കര നോൺ വെജിൻ്റെ ആളാണ്. അപ്പം പിന്നെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ അതൊക്കെ വിഷുവോട് കൂടി കഴിഞ്ഞു. ചക്കയും മാങ്ങി വിഷുവിൻ്റെ ഒരാഴ്ച മുഴുവൻ അത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും കാണില്ല. ഇപ്പം അങ്ങനെ കേരള സ്റ്റോറിൽ അങ്ങനെ ചക്കയും മാങ്ങയും ഒന്നും വരില്ല. ഇനി നാട്ടിൽ പോയിട്ട് നോക്കാം. നാട്ടില് 2 പ്രാവശ്യം പ്രാവശ്യത്തിൽ വന്നു കഴിഞ്ഞു.
ആ അത് ഞാൻ കാണിച്ചില്ല അല്ലേ. ഞാൻ ആക്ച്വലി ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കാണിച്ചില്ല. ആകെ ഒരു തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ മിത്തുവിന്റെ സ്കൂള് പൂട്ടാറായി, ഇനി 2 ദിവസം കൂടെയുള്ളൂ. അത് കഴിഞ്ഞാൽ നാട്ടിൽ പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് ദിവസം അതിൻ്റെ ഇടയിൽ കുറച്ച് വേറെ പരിപാടികളും കൂടെ ഉണ്ട്. അത് ഞാൻ വഴിയെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഒരു 2 വീക്സ് ഞാനും ബിസിയാണ്, മിത്തും ബിസിയാണ്, രമേശേട്ടനും ബിസിയാണ്. ഞങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളും കുറച്ച് പരിപാടിയും പ്ലാൻസും ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും നാട്ടിലേക്കുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു മെയ് മാസം മൊത്തം മെയ് മാസം മൊത്തം ഒരു ചടുപടി പരിപാടിയാണ്. അപ്പൊ അതെന്താന്നുള്ളതൊക്കെ ഞാൻ വഴിയതാക്കാം. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് 2 വീട്ടിൽ നിന്നും ചക്ക വറുത്തത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചക്ക വറുത്തതും സംഭവങ്ങളും ഒക്കെ പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോന്ന് എടുത്തോ എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ കഴിച്ച് അതൊക്കെ വന്നതേ ഓർമ്മയുള്ളൂ. 2 പ്രാവശ്യം രമേശേട്ടൻ്റെ വീട്ടിൽ നിന്നും 1 പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്നും ഫുൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചക്ക വറുത്തത് വന്നതും കഴിഞ്ഞു, എല്ലാതും ഫിനിഷായി. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വേണം നാട്ടിലെ ലഡു, നാട്ടിലെ ജിലേബി, നാട്ടിലെ മൈസൂർ പാക്ക, നാട്ടിലെ ബിരിയാണി. നാട്ടിൽ വേറൊന്നുമില്ല, എത്ര തന്നെ ഉള്ളു നാട്ടില്. 2 വീക്സ് ഞാൻ കഴിച്ചു മരിക്കും. എന്നിട്ട് ജൂണിൽ വന്നിട്ട് ഞാൻ ഇതാക്കും. മിശ്രം നല്ല മിശ്രട്ടോ, നല്ല ടേസ്റ്റ് ഉള്ള. പക്ഷെ അപ്പൊ നമ്മുടെ ഫുഡ് റെഡിയായി, ചോറ് റെഡിയായി, സാമ്പാർ ഇവിടെ, കുറച്ച് തൈര്, പയറുപ്പേരി കഴിക്കാം. അപ്പം മിത്തുക്കുട്ടി ആദ്യം വേഗം കഴിച്ചു കേട്ടോ, കാരണം ട്യൂഷന് പോകാനുള്ള കാരണം ഞങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്തില്ല. എന്നിട്ട് വേണം മിത്തുവിന് റെഡി ആവാം. അങ്ങനെ ഉച്ചയ്ക്ക് മിത്തുക്കുട്ടീനെ ട്യൂഷന് കൊണ്ടാക്കി. ഇനി മിത്തുവിനെ ട്യൂഷന് കൊണ്ടുവന്നിട്ട് നമുക്ക് നേരെ കൊണ്ടുവരില്ലേ, നമ്മൾ നേരെ പോകണം. എന്നിട്ട് വേണം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞില്ലേ, അവാർഡ് സെറിമണിയും കാര്യങ്ങളും ആനുവൽ ഡേ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോകാൻ അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡിയോ റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ സെറ്റപ്പ്. നമ്മുടെ അങ്ങനെ വീഡിയോ ഈ ഒരു റൂമിൽ അങ്ങനെ ഷൂട്ടിംഗ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കാറില്ല. ഇതാണ് എൻ്റെ എഡിറ്റിംഗ് റൂം. അപ്പോൾ കുറച്ച് പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇത്ര കാലം നമ്മുടെ ലാപ്ടോപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇപ്പോൾ ഒന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പാണ് കുറച്ചും കൂടെ. ലാപ്ടോപ്പ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും, കാരണം അവിടെ നമുക്ക് ഡെയിലി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഒന്ന് കുറച്ചും കൂടെ സൗകര്യമായിട്ട് ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യാനും അത് മാറ്റാനും ഇത് മാറ്റാനും ഒക്കെ ഇതൊക്കെ രമേശേട്ടൻ സെറ്റപ്പ് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ശരിക്കും ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ ഒരു മൊത്തത്തിലൊരു വൈബ് വന്നു. മറ്റേത് ഷൂട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതെല്ലാം കൂടെ വന്നപ്പോൾ മൊത്തത്തിൽ മൈക്കും ഒക്കെ നമ്മൾ മാറ്റി. കാരണം നമുക്ക് എന്താ പറയുക, ഈ ഒരു ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ക്വാളിറ്റി എല്ലാവരായിട്ടും എല്ലാ ആൾക്കാരും ഇങ്ങനെ ഓരോന്ന് പുതിയത് നമുക്ക് വാങ്ങുമ്പോൾ ആ ക്വാളിറ്റിയുടെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. നമ്മൾ മൈക്ക് വാങ്ങിച്ചു അടുത്ത് തന്നെ, അതുകൊണ്ട് ഇപ്പം നല്ല ക്ലാരിറ്റി ഉണ്ടാവും സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വെച്ചിട്ടില്ല, സാധാരണ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന അതിലൊക്കെ ഈ മൈക്ക് വെക്കാറുണ്ട്. പിന്നെ റെക്കോർഡ് ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് ചിലപ്പോൾ സൗണ്ട് കുറഞ്ഞിട്ട് കൂടിയിട്ട്, അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതേ റെഡിയാക്കി. ഇപ്പോൾ ശരിക്കും ഒരു പക്ക പെർഫെക്റ്റ് സ്റ്റുഡിയോ റൂം ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റിവ്യൂ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ കാണിച്ച പോലെ കുറേ പ്രൊഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ അത്യാവശ്യം ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഇതാ പെട്ടികളൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതറിയാലോ എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. കാരണം ഇപ്പം മെയ് 1 മുതൽ വെക്കേഷൻ തുടങ്ങും. സോ നാട്ടിൽ പോകാനുള്ളതും അതിൻ്റെ ഇടയിലുള്ള 1-2 ചെറിയ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അപ്പം അതാണ്. ഇനിയിപ്പോൾ എന്താണ്, ഇനി കിച്ചൺ റെഡിയാക്കാനുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പണി. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സഹായിക്കാനുള്ള ചേച്ചിയും കൂടെ വരാത്ത കാരണം ഇപ്പം നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. വീട് ക്ലീൻ ചെയ്യലും കുക്കിങ്ങും ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടെ ആയിട്ട് നല്ല പണിയാണ്. കാരണം നമുക്ക് ആർക്കെങ്കിലും ഒരാൾ നമുക്ക് ഹെൽപ്പിന് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരും ഞാൻ നോക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയ ചേച്ചിയായിരുന്നു. എനിക്ക് അങ്ങനെ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പം നാട്ടിൽ പോയിക്കാൻ അത് കഴിഞ്ഞ് കുറച്ച് ദൂരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ജൂണിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ മാത്രമേ ഞാനിവിടെ ആളെ വെക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. കാരണം ഇത് നമ്മുടെ മൗസ് വെക്കാനുള്ള അല്ലേ പാഡാണ്. ഡ്രീം ബിഗ്, നല്ല ഭംഗി. ഇത് രമേശേട്ടൻ്റെ പരിപാടി ആയിട്ട്. അതൊക്കെ രമേശേട്ടനാണ് ഫുള്ള് ഈ കാണുന്ന മുഴുവൻ സ്വപ്ന ഫുൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് ജോലി ചെയ്യും, ഡ്രീം ബിഗ് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കും ലൈഫില്. ഞാൻ ഈ ലാപ്ടോപ്പിൽ കുത്തിയിരുന്ന്, അതാണെങ്കിൽ പഴഞ്ചാസ് ലാപ്ടോപ്പ് വായിക്കണം. അപ്പോൾ കുറേ ദിവസം അപ്പം ഞാനിങ്ങനെ ചെയ്തു കുറച്ചു കാലം കൂടെ ഓടട്ടെ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു.
അപ്പോൾ എന്നോട് ചോദിക്കാതെ രംഷട്ട് ഇതൊക്കെ വാങ്ങി റെഡിയാക്കി ഇന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ട്. മറ്റേത് ലാപ്ടോപ്പ് ആകുമ്പോൾ നമ്മളല്ലേ കോവിഡിൻ്റെ ടൈമിൽ വാങ്ങിച്ച ലാപ്ടോപ്പാണ്, അപ്പോൾ അതിൻ്റെ പണി ഏകദേശം കഴിയാറായിരിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ സുഖമുണ്ട്. അപ്പോൾ ഇതടക്കം സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. മോട്ടിവേഷൻ ഡ്രീം ബിഗ്, ഇനി അച്ചീവ് ചെയ്യും. ഇതിന് സൗകര്യങ്ങളില്ല പറയില്ലേ, കുട്ടികൾക്ക് പറയാറില്ലേ പഠിക്കാത്ത സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യാതിരിക്കരുത്. എല്ലാം റെഡിയാണ്, ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യും. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പോലെ തന്നെയാണ്. നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇൻവെസ്റ്റും കൂടെ ചെയ്യണം അല്ലേ. അല്ലാതെ നമ്മളിത് കിട്ടുന്ന മുഴുവൻ എടുത്ത് വെച്ച് ആ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസും ഇതും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ, എല്ലാവരും ആയാലും നല്ല ഏറ്റവും നല്ല വീഡിയോസ്. അപ്പൊ നമ്മൾ കിട്ടുന്ന പൈസയിൽ കുറച്ച് നമ്മൾ ഇതിനൊക്കെ വേണ്ടി ചെലവാക്കണം എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം നമ്മൾ എടുത്ത് ഇങ്ങനെ വെക്കുക എന്നുള്ളത് നടക്കൂല. അതേപോലെ തന്നെ രംഷേട്ടൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ആൾക്കാർ വെക്കില്ല. പണ്ടൊക്കെ ഞാൻ എങ്ങനെയാ വെച്ചാൽ ഞാൻ തന്നെ അടിച്ചു വരണം, ഞാൻ തന്നെ തുടയ്ക്കണം, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, ഈ ലോകത്തുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചെയ്യാം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ രംഷേട്ടനാണ് എപ്പോഴും പറയുക, യൂട്യൂബ് എന്നല്ല മറ്റേ സ്കൂളിൽ ജോലിക്ക് പോരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് നമുക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പൈസ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് മാറ്റി വെക്കുക. അതായത് ഇപ്പോൾ ഒരു നമ്മളെ സഹായിക്കാൻ ഒരാൾ വരുമ്പോൾ അയാൾക്കും അതൊരു പൈസയാവും, കുക്കിങ്ങിന് ആരെങ്കിലും വരണമെങ്കിൽ അയാൾക്കൊരു പൈസയാവും. അപ്പോൾ അവർക്കൊരു പൈസയോ ആവും, നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും, നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കും അല്ലേ. നമ്മൾ കൂടുതൽ അച്ചീവും ചെയ്യും ലൈഫിൽ. പൈസ ഇടാന്ന് മാത്രമല്ല നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ കൂടുതൽ അച്ചീവ് ചെയ്യും. കാരണം എന്താ, നമുക്ക് വേണ്ടത് ടൈമാണ്. അതെ. അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും നമ്മളെല്ലാം കുറച്ച്, അതിപ്പോ നമ്മൾ ബിസിനസ്മാൻമാരുടെ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അവർ പറയുന്നത് കാര്യമാണ്. അതായത് കിട്ടുന്ന പൈസ മുഴുവൻ എനിക്ക് 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 എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പൈസ ഗ്രോ ആവില്ല. പൈസ ഗ്രോ ആവണമെങ്കിൽ കിട്ടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്കും കൂടി, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ എന്തുകൊണ്ടാണ് പാർട്ട്നേഴ്സിനെ വരിക, അതൊക്കെ മറ്റുള്ളവരിലേക്കും കൂടെ ചെയ്യുമ്പോഴാണ് അത് മൊത്തം ഡെവലപ്പ് ചെയ്ത് വളരുള്ളൂ. അല്ലാതെ ഈ കിട്ടുന്ന മുഴുവൻ ഞാൻ 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 എന്ന് വിചാരിക്കുമ്പോൾ ആ പൈസ ഉണ്ടാവുള്ളൂ, അതിന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവെ നമ്മൾ പറയുക. അപ്പം അത് ശരിയായിരിക്കും. പിന്നെ പൈസ എന്ന് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് എടുത്ത് കുറച്ച് പൈസ നമുക്ക് ഒരു ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്കും പൈസയാവും മാത്രമല്ല നമുക്കൊരു ഫ്രീ ടൈം വേണം, നമ്മുടേതായ ഒരു സ്പെഷ്യൽ ടൈം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും നമുക്കൊരു ആരോഗ്യം ഒക്കെ വേണ്ടേ. അപ്പം നമ്മൾ ഈ ചത്ത് പണിയെടുക്കാൻ കിട്ടുന്ന പൈസ മുഴുവൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ ശരിയല്ല എന്നുള്ളതാണ്. കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും കുറച്ചും കൂടെ വളരാനുള്ളൊരു. പിന്നെ നമ്മളെ ഇക്കണോമിയുടെ ഭാഗമാവില്ലേ. ഇപ്പോൾ സൊപ്പ് മൈക്ക് മേടിച്ചു, ഇപ്പോൾ തൽക്കാലം എനിക്ക് മൈക്കൊന്നും വേണ്ട, എന്തിനാ വെറുതെ അതിനൊരു 15,000 ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സൊപ്പ് പറഞ്ഞത് ഒരുമാതിരി സുഖമില്ലാത്ത രീതിയിൽ വ്യൂവേഴ്സിന് കേൾക്കും, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 15,000 ഏതോ ഒരു മൈക്ക് കമ്പനി ഇന്ത്യയിൽ തുടങ്ങിയ ഒരാൾക്ക്, അയാൾക്ക് അത് ആ മൈക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് അതൊരു വരുമാനം, അയാളുടെ പ്രൊഡക്റ്റ് സെയിലായി. പുറമെ സൊപ്പ് ഉണ്ടാക്കുന്ന ക്വാളിറ്റി കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വന്നു. സോ എല്ലാവരും ഗ്രോത്താണ്, എല്ലാവർക്കും ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമ്മൾ ചെലവാക്കണം, ആവശ്യത്തിന് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ആവശ്യത്തിന് ചെലവാക്കണം. പക്ഷെ അത് ചെലവാക്കണം എന്നുള്ളതാണ്. കുറെ പേരൊക്കെ കണ്ടു, നമുക്ക് എല്ലാം കിട്ടുന്ന മുഴുവൻ നമ്മളൊന്നും ചെലവാക്കില്ല, അതിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടാവില്ല. ഇല്ല, അതിന് റേഷ്യോ ഉണ്ട്. നമുക്ക് 100 രൂപ കിട്ടുകയാണെന്ന് വെച്ചാൽ 100 രൂപയിൽ എത്ര റേഷ്യോ നമ്മൾ എക്സ്പെൻസ് ചെയ്യണം, എത്ര റേഷ്യോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഓരോ കാറ്റഗറി. എൻ്റർടൈൻമെൻറ്റിന് എത്ര നമ്മൾ എക്സ്പെൻസ് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന്, അത് ആ റേഷ്യോ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ അതേ മിത്തുക്കുട്ടീനെ പിക്ക് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. അവളവിടെ ട്യൂഷൻ കഴിഞ്ഞിട്ട് മാത്സിനാണ് കേട്ടോ ട്യൂഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മളിതാ ഈ സമാജത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് എത്തി. മിത്ര രമേശ്, അപ്പോൾ നല്ലൊരു ലേഡി അല്ലേ, അവള് ഒരു ലിറ്റിൽ ചാമ്പ്. കഴിഞ്ഞ മാസം ഇവർ നടത്തിയ കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മിത്തു ഒരു 5 എണ്ണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 എണ്ണത്തിലും മിത്തുക്കുട്ടിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രോഫി വാങ്ങലും അതിൻ്റെ ആ ഒരു ചടങ്ങാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് ഇന്നൊരു വേറൊരു ഫംഗ്ഷനുള്ള കാരണം നമുക്ക് ആക്ച്വലി ഇത് ഫുള്ള് കാണാൻ പറ്റില്ലായിരുന്നു. അതേപോലെ തന്നെ മിത്തുവിൻ്റെ പ്രോഗ്രാംസിനൊന്നും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡാൻസിനും ഇതിനൊക്കെ പങ്കെടുക്കാറുണ്ട്, എൻ്റെ ഡാൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് എന്താ, പക്ഷേ സമ്മാനദാനത്തിന് എന്തായാലും വരണം. അതും നേരത്തെ ആയ കാരണം നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് അതായ കാരണം അവിടെ പോയി, അവിടെ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്ന് ട്രോഫി വെക്കേണ്ട ഡ്യൂട്ടി രംഷേട്ടനാണ്.
മോണാക്ട്, ലളിതഗാനം, ക്വിസ്, ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ്, ഫിലിം സോങ്, ഇത്രയാണ് മിത്തുക്കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എല്ലാത്തിലും പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി. കാരണം സ്കൂളിൽ ഒരിക്കലും ഇങ്ങനത്തെ മലയാളം പ്രോഗ്രാംസ് ഒന്നും കിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ പോയി പ്രോഗ്രാം കുറച്ച് നേരം കാണാൻ പറ്റിയുള്ളൂ. നമുക്ക് വേറെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി പിന്നെ തിരിച്ച് വന്ന് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ സിനിമ എന്താ പറയുക, OTT-യിലെ സിനിമ തുടരുന്നതിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്യായപ്പടം, കട്ട മോഹൻലാൽ ഫാനിൻ്റെ മനസ്സ് നിറച്ച പടമാണ്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അമ്മേനെ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല നാട്ടിലൊക്കെ. 4 ഷോ ഉണ്ടായിരുന്നൊക്കെ 10 ഷോ ആക്കി മാറ്റി. ഞാൻ പറയണ്ടല്ലോ, അത്രയും ഗംഭീരമായിരുന്നു പടം. അപ്പോൾ അതിന് ഒന്നും കൂടെ പോയി കാണുന്നുണ്ട് ശരിക്കും. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ OTT-യിൽ കുറേ പടങ്ങൾ റിലീസായിട്ടുണ്ട്, കുറേ പടങ്ങൾ റിലീസായിട്ടുണ്ട്. എമ്പുരാൻ ഇപ്പോൾ റിലീസായി. പിന്നെ ചാവ ഉണ്ടല്ലോ ഹിന്ദി, വിക്കി കൗശാലിൻ്റെ, അത് റിലീസായിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു കനകരാജ് എന്ന് പറഞ്ഞൊരു സിനിമ, അത് പക്ഷെ കുറച്ച് പഴയതാണോ അറിയില്ല, അത് നല്ലതാണ്. പിന്നെ ഒരുപാടുണ്ട്, പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് കാണാനുള്ള സമയം കിട്ടാത്ത കാരണം ഇത്രയൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കുറേ പടങ്ങളൊക്കെ റിലീസായിട്ടുണ്ട്. പിന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതാണ് മരണമാസം കേട്ടോ. അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ആക്ച്വലി അതിൽ എന്താണെന്ന് വെച്ചാൽ അതിലൊരു കുന്തുമില്ല, പക്ഷെ കുറേ ഇരുന്ന് ചിരിക്കാം. അപ്പോൾ അതും നല്ല രസമായിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ കണ്ടതിൽ തുടരുമാണ് ഇപ്പോൾ അടുത്ത് കണ്ടതിൽ അടിപൊളിയായത്. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല, ഇനിയിപ്പോൾ 2 ദിവസം കൂടെ സ്കൂളുള്ളൂ, അത് കഴിഞ്ഞാൽ വെക്കേഷനായി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും കാര്യങ്ങളിലും കുറച്ച് ബിസിയും കുറച്ച് പ്ലാൻസും കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ വഴിയെ വ്ളോഗിൽ നമ്മൾ പറയുന്നതായിരിക്കും. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.